ബിഗ് ബോസ് സീസൺ 7 ഒരു മറ്റൊരു പ്രത്യേകതയും കൂടെ വന്നിരിക്കുകയാണ്. ഈ സീസൺ റൺ ചെയ്യുമ്പോൾ തന്നെയാണ് ലാലേട്ടന്, നമ്മുടെ ശ്രീ മോഹൻലാലിന് ഈ ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അതൊരു നിസ്സാര കാര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഒരു ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ചയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം വലിയൊരു വാർത്ത വന്നത്. ഭയങ്കര സന്തോഷമാണ്, മലയാളികൾക്ക് എന്തായാലും സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ഹൃദയത്തുടിപ്പായിട്ടൊക്കെ ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നതിന്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് അങ്ങേരെ പോലെ അങ്ങേരേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. അതുകൊണ്ടാണ് ആ ആര്യൻ ചെറിയൊരു വെളച്ചിൽ ലാലേട്ടനോട് കാണിച്ചപ്പോൾ പോലും എല്ലാവരും ആര്യനെതിരെ ഒറ്റ ആഴ്ച കൊണ്ടാണ് തിരിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടന് നീ പറഞ്ഞോടാ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ലാലേട്ടൻ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയതിനു ശേഷം അത് ബിഗ് ബോസ് ടീമുമായിട്ട്, ബിഗ് ബോസിലെ പിള്ളേരുമായിട്ട് ആഘോഷിക്കാൻ വരുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ ഇത് ആ ഒരു വലിയൊരു അവാർഡൊക്കെ നേടിയൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു വിനയം, അല്ലെങ്കിൽ ആ സംസാര രീതി, ശൈലി, ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ക്യൂട്ടാണ് സംഭവം. ഇപ്പം ആര്യൻ അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. ആര്യൻ ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എപ്പിസോഡുകളിലും മോനെ, എടാ മോനെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കളിയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ലാലേട്ടനെ അനുകരിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ലാലേട്ടൻ അറിയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ലാലേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ നീ പറയരുതെന്ന് അങ്ങനൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ക്രൂ ആണ് സത്യത്തിൽ ഈ ലാലേട്ടനുള്ള സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അതിനകത്ത് അല്ലാതെ ലാലേട്ടൻ കംപ്ലീറ്റ് ഇരുന്ന് കാണുന്നത് പറയുന്നത് ചുമ്മാതാണ്. ഷുവർ ആയിട്ടും ലാലേട്ടന് ഈ കഥ കംപ്ലീറ്റ് അറിയാം. ലാലേട്ടൻ തന്നെ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ക്ലിപ്സ് എല്ലാം നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ പോകണം, ഇതിൽ ആര് വില്ലനാകണം, ആര് ഹാസ്യ കഥാപാത്രമാകണം, ആര് ഇന്നസെന്റ് ആകണം, ആര് കോമഡി കാണിക്കണം എന്നൊക്കെ ഉള്ളത് ബിഗ് ബോസിന് ഒരു ഐഡിയ ഉണ്ട്. ഇതൊരു സീരിയൽ കഥ പോലെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. ഓരോ എപ്പിസോഡിലും ഓരോ അവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് കൊടുക്കും. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ടാസ്കിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പറയുക, നിങ്ങളെ പിന്നീന്ന് കുത്തുന്ന ഒരാളെ പറയുക എന്ന് പറയുമ്പോൾ തന്നെ അത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ചെറിയൊരു ക്ലാഷ് അവിടെ ഉണ്ടാകുമല്ലോ. ഇതൊക്കെ ബിഗ് ബോസ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ അതനുസരിച്ച് എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി കാണും. കാരണം ലാസ്റ്റ് എപ്പിസോഡിൽ അനുമോളിലെ ആ ഒരു ജീവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അനുമോള് കരഞ്ഞുകൊണ്ട് ഓടിയത് വരെ ലൈവിൽ നമുക്ക് അത് മാത്രം എടുത്ത് കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അനുമോളെ മാത്രമായിട്ട് ഉന്നം വെച്ചിട്ട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്, അനുമോളെ മാത്രമായിട്ട് വഴക്ക് പറയുന്നുണ്ട്, അനുമോളുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ ലാലേട്ടൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടനെ അങ്ങനെ പറയല്ലേ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അക്ബറിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇത് ലാലേട്ടന് ഇവരാരും അങ്ങനെ ഫേവറേറ്റോ അല്ലെങ്കിൽ ലാലേട്ടൻ ആരും തന്നെ ബെസ്റ്റോ ഒന്നും അല്ല. അപ്പൊ ജിസേലും ലാലേട്ടൻ അത്ര ബെസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. പക്ഷേ എന്തോ എനിക്കറിയില്ല, എന്തൊക്കെയാണേലും ശരി, ലാലേട്ടൻ വന്നിട്ട് ഞാൻ ഇനി എൻ്റെ പിള്ളേരുമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ സ്റ്റൈല് തന്നെ ഒരു സംഭവമാണ്. ലാലേട്ടൻ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു തനത് ശൈലിയാണോ എന്നൊന്നും മനസ്സിലാകത്തില്ല. ഏതായാലും നമുക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിവ്യൂ ചെയ്തിട്ടാണ് ഞങ്ങളും ഒക്കെ ഇതേ കണക്ക് നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ പറയുന്ന ലാലേട്ടന്റെ ഈ ഒരു എന്താ പറയാ, വിസ്മയം തുളുമ്പുന്ന ഒരു നിമിഷം, അത് ഞങ്ങൾക്കും ഹാപ്പിയാണ്. സന്തോഷം ലാലേട്ട. അതുപോലെ ഇനിയും ഒരുപാട് അവാർഡ്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടട്ടെ, കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക, നിങ്ങളുടെ വിഷസ് എന്തായാലും കമന്റ്സിൽ പറയുക. ആ ഒരു പ്രൊമോ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം തോന്നിയെങ്കിൽ അതും നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി ചെന്നേരാം. ബൈ.